ഭവനം തന്നിൽ ഞാൻ നിൽക്കും മഹിമയിലും സൈതുമരം പോലെ. സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരെ അയക്കുകയും ഇപ്രകാരം അവിടെ പറയുകയും ചെയ്തു, നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നവിടെ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു കാണും. ഇതുവരെയും ഒരു മനുഷ്യരും അതിന് പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുമെന്നും ഞങ്ങളുടെ ഭർത്താവിനെ ഇതിന് ആവശ്യമുണ്ട് എന്ന് പറയുവൻ. ഉടനെ അവർ അതിനെ വിട്ടേക്കുകയും ചെയ്യും. അവർ പോയി തെരുവിൽ പുറത്തുവാതിൽക്കൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനഴിക്കവേ അവിടെ നിന്നവരിൽ ചിലർ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്ന എന്തിനെ എന്ന് ചോദിച്ചു. അവർ യേശു കൽപ്പിച്ച പ്രകാരം തന്നെ അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴുക്കി വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അവന് മുൻപേയും പിൻപേയും വന്നുകൊണ്ടിരുന്നവർ പ്രകാരം നാമത്തിൽ വരുന്നവൻ നാമത്തിൽ വരുന്നതായി ദേവാലയത്തിൽ പ്രവേശിച്ച് സർവം കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അവൻ 12 പേരോടുകൂടി ബഥാനിയിലേക്ക് പോയി. പിറ്റേ ദിവസം ബഥാനിയിൽ നിന്ന് പോരുമ്പോൾ അവന് വിശന്നു. ഇലകൾ ഉള്ള ഒരു അത്തിവൃക്ഷം ദൂരെ കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാമെന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ ഒന്നും തന്നെ കണ്ടില്ല. എന്തെന്നാൽ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി എന്നേക്കും ഒരുവനും നിന്നിരുന്ന ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്ന് യേശു തമ്പുരാൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളും മറിച്ചിട്ടു. ദേവാലയത്തിനകത്തു കൂടി ഒരുവനും സാമാനങ്ങൾ കടത്തിക്കൊണ്ടുപോകുവാൻ അവൻ സമ്മതിച്ചില്ല. അവർ ഉപദേശിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാ ഭവനം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരും അത് കേട്ടിട്ട് അവൻ എങ്ങനെ കൊല്ലേണ്ടു എന്ന് ആരോപിച്ചു. എന്തെന്നാൽ ജനങ്ങളെല്ലാം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നുകൊണ്ട് അവർ അവനെ ഭയപ്പെട്ടിരുന്നു. പാർക്കുമോർ ശായനോ Lord,
Jesus.